നമസ്കാരം കുട്ടികൾക്കും സുഭാഷ് സാറാണ്. നമ്മളിന്ന് പ്ലസ് വൺകാർക്ക് വേണ്ടി മാത്തമാറ്റിക്സിലെ രണ്ടാമത്തെ ചാപ്റ്ററായ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. ഇപ്പോൾ സ്കൂളിലൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും, പഠിച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും അല്ലേ. നമ്മൾ അതിൻ്റെ സ്റ്റാർട്ടിംഗ് ആണെന്ന് ഒരു ചെറിയ പ്രോബ്ലത്തിൽ കൂടെ അതിൻ്റെ കാര്യങ്ങളും അതിൻ്റെ സ്റ്റാർട്ടിംഗ് ഒക്കെ എന്താണെന്നൊക്കെ ഒന്ന് പറയാം. ഓക്കെ, നമുക്ക് ആദ്യം ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് ഓർഡേർഡ് പെയർ ആണ് കേട്ടോ. ഓർഡേർഡ് പെയർ നമ്മൾ ഈ ചാപ്റ്ററിൽ ആദ്യം പഠിക്കേണ്ടത് ഓർഡേർഡ് പെയർ എന്ന് പറഞ്ഞുകൊണ്ടാണ്. നമ്മുടെ ചാപ്റ്ററിൻ്റെ പേരെന്താണ്? റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. ഇതിലൊക്കെ എത്തിപ്പെടണമെങ്കിൽ അതിന് മുൻപായിട്ട് കുറേ കാര്യങ്ങൾ പഠിക്കണം. ആദ്യം നമ്മൾ പഠിക്കുന്നത് ഓർഡേർഡ് പെയറാണ്. രണ്ടാമത് പഠിക്കുന്നത് ക്രോസ് പ്രോഡക്റ്റ് ഓർ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ്. മൂന്നാമത് എത്തുമ്പോഴാണ് നമ്മുടെ റിലേഷനിലോട്ട് കയറുന്നത്. പിന്നെ അങ്ങോട്ട് ഫങ്ഷൻസ്. ഇത്തിരി പ്രശ്നക്കാരനാണ്, പക്ഷേ മാർക്ക് കൂടുതലുള്ള ചാപ്റ്ററാണ്. കുട്ടികൾക്ക് എന്തായാലും ലാസ്റ്റ് വരുമ്പോൾ ഇച്ചിരി പാടായിട്ട് തോന്നിയിരിക്കും. അതിപ്പോൾ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ പഠിക്കുമ്പോൾ അങ്ങനെ ഉണ്ടാവുന്നതാണ് കേട്ടോ. പിന്നെ നല്ല പരിചയമൊക്കെ ആകുമ്പോൾ ഇത്തിരിയൊക്കെ കുഴപ്പമില്ലാതെ പോകാം. ഓക്കെ, എന്താണ് ഓർഡേർഡ് പെയർ? നമുക്കറിയാം പെയർ. വാട്ട് ഈസ് മീൻ ബൈ പെയർ? രണ്ട് പെയർ അല്ലേ. ഓർഡേർഡ് പെയർ അടുക്കി വെച്ചേക്കുന്ന രണ്ട് പേർ, അടുക്കി വെച്ചേക്കുന്ന രണ്ട് പേർ. ഓക്കെ, അതിന് ഡെഫിനേഷൻ ഞാനൊന്ന് പറയാം. ആൻ ഓർഡേർഡ് പെയർ കൺസിസ്റ്റ് ഓഫ് ടു എലമെൻറ്റ്സ് എക്സ് ആൻഡ് വൈ. ഓക്കെ, എക്സ് ആൻഡ് വൈ, രണ്ട് പേര് എക്സും വൈയും ചേരുന്ന ഒരാളെയാണ് എന്തെന്ന് വിളിക്കുന്നത്? പെയർ. ഓക്കെ, അപ്പോൾ ആൻ ഓർഡേർഡ് പെയർ കൺസിസ്റ്റ് ഓഫ് ടു എലമെൻറ്റ്സ് എക്സ് ആൻഡ് വൈ വേർ എക്സ് ഈസ് ഫസ്റ്റ് എലമെൻറ്റ് ആൻഡ് വൈ ഈസ് സെക്കൻഡ് എലമെൻറ്റ്. ഓക്കെ, എക്സിനെ നമ്മൾ ഫസ്റ്റ് എലമെൻ്റായിട്ടും വൈയെ നമ്മൾ എന്താണ് സെക്കൻഡ് എലമെൻ്റായിട്ടും കൺസിഡർ ചെയ്യുന്ന ഒരു പെയർ. അതിന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് രണ്ട് ഇങ്ങനെയാണ്. ഓക്കെ, ഓർഡേർഡ് പെയർ എക്സ് വൈ. ഇതാണ് ഓർഡേർഡ് പെയർ. ആദ്യത്തെ ആൾ എക്സ്, രണ്ടാമത്തെ ആൾ വൈ. ഇങ്ങനെ എഴുതാവുള്ളൂ. അപ്പോൾ നമുക്ക് ഓർഡേർഡ് പെയർ രണ്ട് 1 2 ഇതൊരു ഓർഡേർഡ് പെയറാണ്. അപ്പോൾ ഇവിടുത്തെ എക്സ് ആരാന്ന് ചോദിച്ചാൽ 1 മോനെ, എക്സ് ഈക്വൽ ടു 1. ഇതാരാ മോനെ? വൈ. വൈ ഈക്വൽ എത്ര? 2. തിരിച്ചെഴുതരുത്. എപ്പോഴും ഓർഡേർഡ് പെയറിൽ ആദ്യത്തെ ആൾ എക്സും രണ്ടാമത്തെ ആൾ വൈ. അതാണ് ഓർഡേർഡ്, ഓർഡറിലാക്കി വെച്ചേക്കുക. അല്ലാതെ 1 2 എന്ന് പറയുന്ന ഓർഡേർഡ് പെയർ 2 1 എന്ന് പറയുന്ന ഓർഡേർഡ് പെയറുമായിട്ട് തുല്യമല്ല. കാരണം നിങ്ങൾ ഈ ബ്രാക്കറ്റിൽ 2 പേർ, ആ ബ്രാക്കറ്റിൽ 2 പേർ, പക്ഷേ ഓർഡർ വ്യത്യാസമുണ്ട്. ഇവിടുത്തെ ഫസ്റ്റ് ആൾ 1, അവിടുത്തെ ഫസ്റ്റ് ആൾ 1 അല്ല. അപ്പോഴേ ഈ രണ്ട് ഓർഡേർഡ് പേർ തമ്മിൽ ഈക്വൽ അല്ല. അപ്പോൾ 1 2 എന്ന് പറയുന്ന ഓർഡേർഡ് പെയർ ഈക്വൽ ആകണമെങ്കിൽ 1 2 എന്ന് മാത്രമേ എഴുതാൻ പറ്റൂ. 1 2 തുല്യം 1 2, 2 1 1 2 ഈക്വൽ അല്ല. ഓക്കെ, അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻറ്റ്. ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓർഡേർഡ് പെയർ എക്സ് വൈ ഈക്വൽ ടു ഓർഡേർഡ് പെയർ 1 3 എന്ന് പറയുന്നു. ഈ രണ്ട് ഓർഡേർഡ് പെയർ തമ്മിൽ ഒരാൾ പറഞ്ഞു ഈക്വലാന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കണം? ഈ എക്സിൻ്റെ വാല്യൂ 1 ആയിരിക്കണം, വൈയുടെ വാല്യൂ 3 ആയിരിക്കണം. ദാറ്റ് മീൻസ് എക്സ് ഈക്വൽ ടു 1, വൈ ഈസ് ഈക്വൽ 3 ആയിരിക്കണം. ഓക്കെ, അതെന്ന് പറഞ്ഞാൽ ഈ എക്സിൻ്റെ പ്ലേസിൽ 1 തന്നെ വരണം, ഈ വൈയുടെ പ്ലേസിൽ 3 തന്നെ വരണം. അല്ലാതെ എക്സ് ഈക്വൽ ടു ആരെങ്കിലും ഇക്വേറ്റ് ചെയ്യാൻ പറ്റില്ല. എക്സ് ഇവിടുത്തെ ഫസ്റ്റ് 1, therefore എക്സ് ഈക്വൽ ടു 1. വൈ സെക്കൻഡ്, ഇവിടുത്തെ വൈ 3 സെക്കൻഡ്, അപ്പോൾ വൈ ഈക്വൽ എത്ര ആയിരിക്കണം? 3. ഓക്കെ, അപ്പോൾ എന്താണ് ഓർഡേർഡ് പെയർ? അപ്പോൾ നമുക്ക് ഒരാൾ ചോദിക്കുക വാട്ട് ഈസ് മീൻ ബൈ ഓർഡേർഡ് പെയർ? ആൻ ഓർഡേർഡ് പെയർ കൺസിസ്റ്റ് ഓഫ് 2 എലമെൻറ്റ്സ് എക്സ് ആൻഡ് വൈ വെർ എക്സ് ഈസ് ദ ഫസ്റ്റ് എലമെൻറ്റ് ആൻഡ് വൈ ഈസ് ദ സെക്കൻഡ് എലമെൻറ്റ്. ഓക്കെ, പിന്നെ നമ്മുടെ ക്ലാസ് ഉണ്ട്, ജോയിൻ ചെയ്യാം. ഒത്തിരി കുട്ടികൾ നമ്മുടെ ചേർന്ന് പഠിക്കുന്നതാണ്, എല്ലാ വർഷവും പഠിക്കുന്നതാണ്. മാത്സിന് ഫുൾ മാർക്കിലെത്തിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ എല്ലാ കാര്യങ്ങളും തരും. ക്ലാസ് തരും, ചാപ്റ്റർ വൈസ് നോട്ട്സ് തരും, ഇക്വേഷൻ ബുക്കിലെറ്റ് മീൻസ് ഫോർമുല ബുക്ക് വീട്ടിലെത്തിക്കും. നെക്സ്റ്റ് നമ്മുടെ അപ്പോസ്റ്റലായിട്ട് പിന്നെ നമുക്ക് ക്വസ്റ്റ്യൻ പാക്കേജ് തരും. ക്വസ്റ്റ്യൻ പാക്കേജ് എന്ന് പറഞ്ഞാൽ എക്സാമിന് വേണ്ട ക്വസ്റ്റ്യൻ തരും, ആൻസറും തരും. അവനെ അങ്ങോട്ട് പഠിച്ചു പോയാൽ മതി. നിങ്ങൾക്ക് എക്സ്ട്രാ ക്വസ്റ്റ്യൻസുകളും തരും എക്സാമിന് വേണ്ടിയുള്ളത് ചാപ്റ്റർ വൈസ്. ഓക്കെ, ഓരോ ചാപ്റ്ററിൽ എത്ര മാർക്കാണ്, ഏത് ചാപ്റ്റർ പഠിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ മാർക്ക്, ഓർഡറാക്കി എല്ലാം തന്നുകൊണ്ടുള്ള ക്ലാസ്സുകളാണ്. നിങ്ങൾക്ക് ജോയിൻ ചെയ്താൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇതിനെ നല്ല രീതിയിൽ കൂടെ ഫസ്റ്റ് ഇയർ നിങ്ങൾക്ക് നെക്സ്റ്റ് ഇമ്പ്രൂവ് ചെയ്യേണ്ട ആവശ്യമേ ഉണ്ടാവില്ല. ഓക്കെ, അതിന് ജോയിൻ ചെയ്യാൻ നമ്മുടെ നമ്പർ 9846708540 കോൾ ചെയ്തോ വാട്സപ്പിൽ മെസ്സേജോ ജോയിൻ ചെയ്യാം. ബാക്കിയാകുമ്പോൾ നമുക്കൊരു കുട്ടി പ്രോബ്ലം ചെയ്യാം. ഓക്കെ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഫൈൻഡ് എക്സ് ആൻഡ് വൈ. എക്സും വൈയും കണ്ടുപിടിക്കണം. ഇഫ് ഓർഡേർഡ് പെയർ എക്സ് മൈനസ് 3 വൈ പ്ലസ് 2 ഈക്വൽ ടു 5,7. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. എല്ലാ വർഷവും ചോദിക്കുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യനാണ്. രണ്ട് ഓർഡേർഡ് പെയർ തമ്മിൽ ഈക്വലാന്ന് പറഞ്ഞുകൊണ്ട് എക്സും കണ്ടുപിടിക്കണം, വൈയും കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. പിന്നെ ഈ ഓർഡേർഡ് പെയറുമായിട്ട് ഈക്വലാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഫസ്റ്റായ എക്സ് മൈനസ് 3 ഇവിടുത്തെ ഫസ്റ്റായ 5 ഈക്വൽ ആയിരിക്കണം. ദാറ്റ് ഈസ് എക്സ് മൈനസ് 3 ഈക്വൽ എത്രയാണ്? 5.
പിന്നെ ഇടയ്ക്ക് ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് എഴുതുന്നതുകൊണ്ട് നല്ലതാണ്, ഇക്വേറ്റിംഗ് കറസ്പോണ്ടിങ് എലമെൻറ്റ്സ്. ഓക്കെ, അപ്പോൾ എക്സ് മൈനസ് 3 ആരുമായിട്ട് ഇക്വേറ്റ് ചെയ്യണം? 5. അപ്പോൾ ഈ എക്സ് ഈക്വൽ ടു -3 അപ്പുറത്ത് ചെല്ലുമ്പോൾ അപ്പുറത്ത് 5 ഉണ്ട്, -3 അപ്പുറത്ത് ചെല്ലുമ്പോൾ +3, ആൻസർ എത്രയായി? 8. ഓക്കെ, രണ്ടാമത്തേത് y +2, ഇവിടുത്തെ രണ്ടാമത്തേത് 7. ഇവനെ തമ്മിൽ അങ്ങോട്ട് ഇക്വേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്നത് y +2 = 7 ഓർ y = 7 - 2, ആൻസർ ആരായി? 5. തീർന്നു. നമുക്ക് 2 മാർക്ക് കുറഞ്ഞത് കിട്ടും ഉറപ്പായിട്ടും. ഓക്കെ, അപ്പോൾ ഒരു ചെറിയ ക്വസ്റ്റ്യൻ ആണ് ചെയ്ത് കാണിച്ചത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ കുട്ടികളിലോട്ട്. ഈ പ്രോബ്ലമൊക്കെ കുട്ടികൾക്ക് ഓരോരുത്തരും പഠിപ്പിക്കുമ്പോൾ ചിലർക്ക് മനസ്സിലാവും. ഇപ്പം ഞാൻ പഠിപ്പിക്കുമ്പോൾ കുറച്ച് പേർക്ക് മനസ്സിലാവും, ചിലർക്ക് മനസ്സിലാകുന്നില്ലായിരിക്കും, നമുക്കറിയില്ല. അപ്പോൾ നിങ്ങൾ എത്രത്തോളം മാക്സിമം പറ്റുന്നെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലോട് ഒന്ന് ഷെയർ ചെയ്യുക. ഒരു ഹോംവർക്ക് കൂടെ ഞാൻ നിങ്ങൾക്ക് തന്നേക്കാം. x + 1 y - 4 = 3,5. then find x and y. ഓക്കെ, ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. ഒന്നുകൂടെ പറയാം, x + 1 y - 4 = 3,5. ഫൈൻഡ് എന്താണ്? x and y. ഓക്കെ, നിങ്ങൾ ആൻസറൊക്കെ ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ ഇട്ടേര്, എല്ലാവരും കാണട്ടെ, എല്ലാവരും ചെയ്ത് ഒന്ന് നോക്കട്ടെ കേട്ടോ. എക്സാമിനുള്ള ഇതേപോലുള്ള ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമ്മുടെ ക്ലാസ് വരും. ജോയിൻ ചെയ്താൽ ഫുൾ ക്ലാസ്, ഫുൾ മാർക്ക്. ഗുഡ് ബൈ.